ട്രെയിനിലെ പെൺകുട്ടി ടോയ്ലറ്റിൽ പോകാൻ നിൽക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ലാസ്റ്റ് കോച്ച് മിസ്സിംഗ് ആണ്. അവൾ ഭയന്നോടി ഒരു ക്രൂ അംഗത്തെ വിവരമറിയിച്ചു. അറ്റൻഡർ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. പക്ഷേ അയാളെ യാത്രക്കാരോട് കള്ളം പറഞ്ഞു. 5-ാം നമ്പർ കോച്ച് ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ ഒരു ആൺകുട്ടി മുന്നോട്ട് വന്ന് ചോദിച്ചു, എന്റെ എല്ലാ സുഹൃത്തുക്കളും ആ കോച്ചിലായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് കള്ളം പറയുന്നത്? ആ കോച്ചിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ അതൊരു തുരങ്കത്തിനുള്ളിൽ ഉപേക്ഷിച്ചു. അത് ഉടൻ തന്നെ വീണ്ടും ഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഡർ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. യാത്രക്കാർ അല്പം ശാന്തരായി. പക്ഷേ അറ്റൻഡർ ഇപ്പോഴും പരിഭ്രാന്തനായി കാണപ്പെട്ടു. അപ്പോഴാണ് ഒരു മെയിന്റനൻസ് ജീവനക്കാരൻ പരിശോധനയ്ക്കായി എത്തിയത്. ട്രെയിനിനുള്ളിലെ വയറുകളെല്ലാം ഉരുകിയിരിക്കുന്നത് കണ്ട് അയാൾ ഭയന്ന് പൈലറ്റിനോട് വിവരം പറയാൻ ഓടി. പക്ഷേ ഉടൻ തന്നെ ട്രെയിൻ ഇരുണ്ട തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. യാത്രക്കാർ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആദ്യം ആരും പ്രതികരിച്ചില്ല. പക്ഷേ പിന്നീട് ഒരു ആൺകുട്ടി പതുക്കെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. കൂടുതൽ ആളുകൾ പ്രേതം കയറിയ പോലെ പെരുമാറാൻ തുടങ്ങി. ഒരു ക്യാമറമാൻ എല്ലാം പകർത്താൻ ശ്രമിച്ചു. പെട്ടെന്ന് അയാളുടെ വായ തുറക്കാൻ തുടങ്ങി. 3-ാം നമ്പർ കോച്ചിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്കും 4-ാം നമ്പർ കോച്ചും കാണാതായി. അവൾ അലറി. 3-ാം നമ്പർ കോച്ചിലുള്ള എല്ലാവരും ഭയന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. മറ്റൊരു തുരങ്കം വരുന്നതിനാൽ സുരക്ഷിതരായിരിക്കാൻ അവർ 2-ാം നമ്പർ കോച്ചിലേക്ക് ഓടാൻ തീരുമാനിച്ചു. എന്നാൽ 2-ാം കോച്ച് ധനികർക്കുള്ളതാണ്. 1-ാം കോച്ചിൽ ശതകോടീശ്വരന്മാർ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് അവിടെ അനുവാദമില്ല. പേടിച്ചരണ്ട ഒരു പെൺകുട്ടി ധനികരുടെ കോച്ചിലേക്ക് കയറി. ധനികരായ യാത്രക്കാർക്ക് അവളുടെ മണം ഇഷ്ടപ്പെട്ടില്ല. അവളുടെ മേൽ പെർഫ്യൂം തളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ട്രെയിൻ അടുത്ത തുരങ്കത്തിലേക്ക് പ്രവേശിച്ചത്.